സോ ഞാൻ നെക്സ്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 to 9 months ആയി. ഇന്ന് ഇസ് മൈ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അപ്പോൾ ഐ വോണ്ട് ടു ഡു സംതിങ് സ്പെഷ്യൽ ഫോർ എവ്രി വൺ, കാരണം എവ്രി വൺ ഹാസ് ബീൻ റിയലി നൈസ് ടു മീ. അപ്പോൾ ഞങ്ങളിന്ന് ഡോണറ്റ്സ് വാങ്ങിക്കും. അപ്പോൾ ഞാൻ ആഡ്ലിൻ, അലൈൻ, റേച്ചൽ, എലി, ഞങ്ങളുടെ മെയിൻ മാനേജ്മെൻറ്റ് ടീമിനും മാളൂനും നീലുവിനും പിന്നെ എൻ്റെ ഫുൾ ഡെലിവറി ടീമിനും ആൻഡ്രേസിനും സ്പെഷ്യൽ താങ്ക് യു നോട്ട് അയച്ചു നമ്മുടെ ആപ്പിൽ. എന്നിട്ട് പിന്നെ അത് ഫുൾ എല്ലാവരും ലൈക്ക് ചെയ്യണു, കമൻറ്റ് ചെയ്യണു. എനിക്കപ്പോൾ ഓരോ അങ്ങനെ കഴിക്കാൻ പറ്റും. ഓരോ ആൾക്കാരും അത് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരിക, റീൽസ് ഓപ്പൺ, മൈക്കിൾ ഓപ്പൺ, ഷീന ഓപ്പൺ, ഫ്ലോർ ഓപ്പൺ. എന്നിട്ട് അത് എല്ലാവരും ലൈക്ക് ചെയ്യുമ്പോൾ വേറെ നോട്ടിഫിക്കേഷൻ വരിക. അങ്ങനെ ഫുൾ അത് വന്നിട്ടുണ്ട്. ടച്ച് വുഡ്, ഇതുവരെ നത്തിങ് ബാഡ് ഹാസ് ഹാപ്പൻഡ്. ലൈക്ക് നോ വൺ ഹാസ് ബീൻ റൂഡ് ടു മീ. എന്നെ വഴക്ക് പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഐ ഫെയിൻറ്റഡ് 2 പ്രാവശ്യം ആ സ്റ്റോറിൽ തലറിഞ്ഞ് അവിടെ വീണിട്ടുണ്ട്. ആൻഡ് എവ്രി വൺ ടു ഭയങ്കര കെയർ ഓഫ് മീ. അപ്പോൾ അതിൽ സോ നൈസ് പീപ്പിൾ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ലാസ്റ്റ് ഡോണറ്റ്സ്, ഇവിടുത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഡോണറ്റ്സ് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ നേരത്തെ ഇറങ്ങിയേക്കാണ് ഞാനും ആളും കൂടെ. അതെ, അതിൻ്റെ ഇടയിൽ ഫേളിൻ്റെ സ്പെഷ്യൽ ഡേ ആണെങ്കിലും എൻ്റെ വക ഒരു ഷോ, ഒരു ബ്ലാക്ക് ഔട്ട് സീൻ ഉണ്ടായിരുന്നു. മറ്റേ ബസ്സിൽ ചുമച്ച് കണ്ണീന്നൊക്കെ പ്ലാൻ മാറ്റി. ആദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ആദ്യം ആളിനും മെഡിസിൻ വാങ്ങിക്കാൻ പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലോട്ടും കിടക്കുള്ളൂ, കാരണം ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്. യെസ്. ഞാൻ എന്നിട്ട് ഓക്കെ എനിവേസ് ഇവിടെ നമുക്ക് ബൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഫാർമസിൻ്റെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കോഫ് സിറപ്പോ എന്തെങ്കിലും. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വർക്കിൽ വെച്ച് ചുമച്ചപ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു ഒന്ന് നിർത്തൂ, കുറച്ച് ചാവാണ്ടിരിക്കും നല്ല രീതിയിൽ. എനിവേസ് ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടാ. ഭയങ്കര സീനായി. ഇവളുടെ മുഖമൊക്കെ മാറി ചുമന്ന്. എടി ഇവള് മൈൻഡ് ആയിട്ടിരിക്കും, ഇവള് ഫോൺ നോക്കിയിരിക്കുക. അതിന് ഞാൻ കേട്ടില്ല. ആ ചുമക്കല്ലേ, കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ എന്നെ ഇങ്ങനെ തോണ്ടണു, എന്താ ഇവൾക്ക് വെള്ളം. ഞാൻ അപ്പോഴാണ് ഞാൻ മുഖം നോക്കി ചുമന്ന് കണ്ണീന്ന് മൂക്കിന്ന്. ഒശോ, മൂക്കിന്നൊന്നുമില്ല, കണ്ണീന്ന് മാത്രം. മറ്റേ ഫുൾ ഇവിടെ മാംഗോ. പ്രശ്നം. എനിവേസ് നമുക്ക് ആദ്യം ഇന്ന് ഇവിടെ ഇവർ സീക്രട്ട്ലി സെയിന്റ് പാട്രിക്സ് ഡേ ആഘോഷിക്കാൻ തോന്നുന്നു കേട്ടോ. ഭയങ്കര ക്രൗഡ് ആൻഡ് എവ്രി വൺ ഇസ് വെയറിംഗ് ഹാറ്റ്സ് ആൻഡ് ഗ്രീൻ ആൻഡ് അങ്ങനെ എന്തൊരു വലിയ പരിപാടി നടക്കണം. നമ്മൾ അറിയിച്ചിട്ടില്ല. നമ്മൾ ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്കില് അങ്ങനെയാ. പക്ഷെ റേസിസം പറഞ്ഞു. ബൈ ദ വേ ഇതാണ് നമ്മുടെ കട. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഡോണറ്റ്സ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പല മേക്കപ്പ് ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്. പക്ഷെ തൽക്കാലം ആൻഡ് ഓൾസോ നമ്മൾ ഭയങ്കര ഇംപ്രസ് ആയി നിൽക്കണ ആ സെയിൽസ് സ്റ്റാഫ്. all the right questions. ഒരു മെഡിസിൻ വാങ്ങിക്കുന്നതിനേക്കാൾ മുമ്പ് ചോദിക്കേണ്ടത് അവർ കഫം എവിടെയാണ് നിൽക്കണേ, മൂക്കിൻ്റെ അവിടെയാണ്. പറയുമ്പോൾ മണ്ടത്തരായിട്ട് തോന്നും. ബട്ട് ലൈക്ക് ഷീസ് ലൈക്ക് അതിനൊക്കെ ഓരോ ഡിഫറെൻറ്റ് ഇതുണ്ട്. ഇഫ് യു ടേക്ക് ഇത് വിൽ എഫക്റ്റ് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഐ വാസ് ലൈക്ക് വാവ്, ഇങ്ങനെ ഇത്രയും വിവരം ഒരു ചുമേനെയും കഫത്തിനെ പറ്റിയും. Look at this. So I would like to order a celebration for the country. So will I get to choose? Okay, നമുക്കില്ലേ ഇതിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും ഡോണറ്റ് സെലക്ട് ചെയ്യാം. This is the best moment of my life. You just need one. Yeah. I guess this. എടാ ഇല്ല, this is a must one. Okay. So she needs to write. That's 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഇഷ്ടമുള്ളത് എടുക്കാൻ പറയണതേ. ഇതില് these two. Yes, all of it. എന്താടി ഇതിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ? അയ്യോ നോ ഇറ്റ്സ് ഫൈൻ. Sorry, can I get one more of this card? ഇവിടെ ലേറ്റ് ആവണം നിർത്തണോട്ടോ. നീ എഴുതും, ഞാൻ പറയാം. അപ്പോൾ ബട്ട് ഇന്ന് അധികം നമ്മുടെ മാനേജേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഞാൻ മാനേജേഴ്സൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. ഞങ്ങളുടെ ക്യാപ്റ്റനായിട്ട് ഫോട്ടോ എടുത്തു. പക്ഷേ എന്താ പ്രശ്നം എന്താ അറിയോ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഡേ. അതാണ് കൺഫ്യൂഷൻ പറ്റിയത്.
I was supposed to have 2 weeks notice and next week working. പക്ഷേ due to some technical errors അവരെൻ്റെ നോട്ടീസ് കുറച്ച് ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആക്കി. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നായിപ്പോയി. വീക്കെൻഡ് ആരും വർക്ക് ചെയ്യാത്ത ദിവസം. I did not get to meet my team. Okay, ആരെയും കണ്ടില്ല. അങ്ങനെയൊക്കെ. Okay, see ya. 12 മണിക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. ഇപ്പം തന്നെ 11:54 കുഴപ്പമില്ല. I meant ഓഫീസിൽ പോയിട്ടിരുന്നിട്ട് കുറച്ച് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ജാക്കറ്റ് ഇടാൻ വേണ്ടിയാണ്, പക്ഷെ എനിക്ക് ചെവിയിൽ തണുപ്പ് വരാണ്ടിരിക്കുക. ഞാൻ എക്സ്ക്ലൂസീവ് സ്റ്റാഫ് എൻട്രൻസ് ആണ് ഫേളിൻ്റെ ലാസ്റ്റ് ടൈം. I still remember the first time we do in a lecture. Come on, Yeah. Our staff lunch. ചോക്ലേറ്റ്സ് ഉണ്ടാകുന്നുണ്ടോ? ഇന്നലെ കുറേ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സ്, പിന്നെ എന്തൊക്കെ സാധനം. ബട്ട് ടുഡേ ഇസ് മൈ ഡേ, ചിൽഡ്രൻസ് ഡേ. ലാസ്റ്റ് ക്ലോക്ക് ഇല്ല, ഇത് ലേറ്റ് ആണ് കാണിക്കട്ടോ. ഇത് എടുക്കണ്ട, ക്ലോക്ക് ഔട്ട് കാണിക്കണേ. Compliance course ഒക്കെ. So it's technically Furlan's last break. How do you feel? എന്നിട്ടില്ലേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആര് എത്ര മണിക്കാണ് ബ്രേക്ക് എടുക്കേണ്ടത്. അപ്പോൾ നൗ ഇറ്റ്സ് 3:30. അപ്പോൾ 3:30 ഇസ് ഹെർ ബ്രേക്ക് ആൻഡ് 4 o'clock ഇസ് മൈ ബ്രേക്ക്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇന്ന് നോക്കാൻ മാനേജേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയേ. അപ്പോൾ ഇറങ്ങി താഴെ വന്നപ്പോഴേക്ക് മാനേജർ. അപ്പോൾ ഐ ലൈക്ക് എന്തായാലും എൻ്റെ ലാസ്റ്റ് ഡേയിൽ കൂടി പോയി എന്തെങ്കിലും പറഞ്ഞു വിടും അങ്ങനെ. പക്ഷെ എന്നെ പറഞ്ഞിടുമല്ലേ? പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വന്നതില്ല, ഇവിടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടി പോകണം. പക്ഷേ റീച്ചിൽ കണ്ടില്ലല്ലോ ഞാൻ ഒളിച്ചോടി പോണത്. അപ്പോൾ റീച്ചിൽ അതേപോലെ എൻജോയ് ചെയ്യുക. ലാസ്റ്റ് ബ്രേക്ക് അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ബട്ട് I really want to get mate bacon chili cheese burger. So this is the place that we come to, just opposite to our store. Discovery of McD. I will be ordering up then എടുത്തേ. അങ്ങനെ last clock out as an official employee. Numbers are very confidential. You have another shift. Bye. Bye, Furlan. Oh God.